ദോശക്കല്ല് വാങ്ങിച്ചു കാരണം 24 മണിക്കൂറും ദോശ തന്നെ. കറിയെങ്കിലും ഒന്ന് മാറ്റി പിടിക്കണം. ചിക്കൻ കറി ആയിരുന്നെങ്കിൽ എന്ന് നല്ലതായിരുന്നു, ദോശയും ചിക്കൻ കറി. പിന്നെ ദോശയും ചിക്കൻ കറിയാ കൂച്ചു. വേണ്ടാന്നുണ്ടെങ്കിൽ ഞട്, ഞാൻ അടുത്ത് കഴിക്കാം. ഞട്. വേണ്ട. അയ്യോ വേണം, ആകെ കിട്ടുന്ന ഇതാണ് രാവിലെ. അമ്മ ഇത്തിരി ചമ്മന്തിയും കൂടെ തരുമോ? അതിന് നീലടി പറഞ്ഞു നിനക്ക് ചമ്മന്തി ഇഷ്ടമല്ലെന്ന്. ചില സമയത്ത് ഇഷ്ടപ്പെടേണ്ടി വരും. ഹലോ, ആ എപ്പോഴേ? ഇന്ന് രാവിലെ കിട്ടിയാ? എടുത്താ പൈസ? ഏറ്റവും പോയി പൈസ എടുത്തായിരുന്ന? ഇല്ലേ? മാമന് ATM ന്ന് പൈസ എടുക്കാൻ അറിയാമോ? ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നിട്ട് എടുത്ത് പറഞ്ഞുതരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കുന്ന കാണിച്ചു തരാം. ഇങ്ങോട്ട് വരികയാണെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ റെഡി ആയിക്കാം അവിടെ. ഓ ശരി, ഓക്കെ ഓക്കെ. എൻ്റെ അപ്പച്ചനാ വിളിച്ചത്. ഗീതമ്മയ്ക്ക് പെൻഷൻ കിട്ടിയെന്ന്, ആദ്യമായിട്ട് പെൻഷൻ കിട്ടിയത്. ഇന്നിപ്പോ രാവിലെ മെസ്സേജ് വന്നു പെൻഷൻ കിട്ടിയതിന്റെ. സന്തോഷം അറിയിക്കാൻ വേണ്ടി വിളിച്ചതാ. അതിന് സന്തോഷം അവർക്കല്ലേ, നമുക്ക് എന്തൊരു ഉപയോഗം? ചിലപ്പോഴേ ATM പൈസ എടുത്തു കൊടുക്കുമ്പോഴേ നമുക്കല്ല തന്നാലാ? തന്നാ ചിക്കൻ വാങ്ങിക്കണം. തരയാണെങ്കിൽ എന്തായാലും 100 രൂപ തരത്തുള്ളൂ. അതുകൊണ്ട് അവരെടുത്ത് ഇങ്ങോട്ട് വരാൻ പറ. അച്ഛൻ ഫോൺ എടുത്ത് വിളിച്ചാണ് രണ്ടുപേരെടുത്തും കൂടെ ഇങ്ങോട്ട് വരാൻ പറ. ആക്ക നാണം കെട്ട പരിപാടിയാണ്. ഞാനത് ചോദിക്കുന്നുണ്ട്. അതിനവരടുത്ത് ചോദിക്കാനാര് പറഞ്ഞു? ഇങ്ങോട്ട് വരാൻ പറ രണ്ടുപേരെടുത്ത്. എന്തായാലും ഒരു വെറും കൈ വീശി വരത്തില്ലല്ലോ. ഞാൻ എന്തിനും പറഞ്ഞോട്ട് അവരെ വിളിക്കും. ഒരു കാര്യം ചെയ്യാം, മാമൻ ഇങ്ങോട്ട് വരാൻ പറയാം. ആ കൂട്ടത്തിൽ മാമിയെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയാം. അതാണ് ഒരു നല്ല ഐഡിയ. ഹലോ, ആ ഒരു കാര്യം ചെയ്യും, മാമൻ ഇങ്ങോട്ട് വാങ്ങി. മഴയാ ഇവിടെ? ഇവിടെ മഴയൊന്നുമില്ല. രണ്ടുപേരും കൂടെ വരും. ഓക്കെ ഓക്കെ. പിന്നെ അവിടെ ഭയങ്കര മഴയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു മഴ തോരുമ്പോൾ വരാൻ പറഞ്ഞു. അല്ല പിന്നെ തിരിയുന്നത് നമുക്ക് വിളിക്കാനായിട്ടേ പറ്റുള്ളൂ. അല്ലാതെ വരാതിരിക്കുകയൊക്കെ അവരെ ഇഷ്ടം. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? വരുന്നെങ്കിൽ വരട്ടെ. ഹലോ, ഓ ശരി. എന്നാ പിന്നെ നാളെ വരും, കുഴപ്പമൊന്നുമില്ല. ഞാൻ അവിടെ കാണും. ശരി എന്നാ, ഓക്കെ. നാളത്തേക്ക് മാറ്റിവെക്കുന്നിനി. ഇനി നാളെ വേറെ കാത്തിരിക്കണം ചിക്കന്. ശനിയാഴ്ച രാവിലെ 10 മണി വരെ കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചിരുന്നു. രാവിലെ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയും ചെയ്തു, മേക്കപ്പ് ഇടുകയും ചെയ്തു. ചിക്കൻ കണ്ടപ്പോ തന്നെ വയറ് കത്തിയിട്ട് വയ്യ, വിശക്കുന്നു. അതിനിപ്പോൾ ഞാൻ ഒരു മാർഗം ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇപ്പം ഇത്തിരി ചിക്കൻ്റെ ചെറിയ പീസും കിഴങ്ങും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കും. ആദ്യം നമുക്ക് കപ്പ ബിരിയാണി കഴിക്കാം. ഇതിൻ്റെ അകത്ത് വേറെ മസാല ഉള്ളി ഒന്നും വേണ്ടല്ലേ അച്ഛാ? ഇതാണ് എളുപ്പം. ഇതാകുമ്പോൾ തന്നെ 2 ക്യാപ്സിക്കും 2 മാഗി ക്യൂബ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ മന്തി റെഡിയാക്കാം. ഇതിനകത്താകുമ്പോൾ മറ്റു ചിലവൊന്നും വേണ്ട. ഈ ബിരിയാണിക്കാട്ട് നല്ല എളുപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് മന്തി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് തിരുമ്മി പിടിപ്പിച്ച് ഇവിടെ വെച്ചതിന് ശേഷം നമുക്ക് ഇതിവിടെ നിന്ന് റെസ്റ്റ് എടുക്കട്ടെ. ആ സമയത്ത് പോയി നമുക്ക് കപ്പ ബിരിയാണി കഴിക്കാം.
ഇപ്പൊ ഞാനിവിടെ ഇരുന്ന് തിന്നു. അവിടെ ഇരുന്നോ? പാവം പെൻഷനും മേടിച്ച് ഇവിടെ കൊണ്ടുവന്നു അവസാനം ഇതാ ഇവിടെ വീട്ടിൽ ജോലി ചെയ്യുന്നു. കണ്ട അതൊക്കെ നിനക്ക് ചെയ്തുകൂടി ഒന്നും ഇതുവല്ലാണ്ട് ഇത്രയും പറമ്പ് ഇവിടെ കിടക്കുന്നു, കരിയിലൊക്കെ വീണ് കിടക്കുന്നു. ഇതെല്ലാം ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കിയിട്ടൂടെ എനിക്ക് അവധി ദിവസങ്ങൾ. ബിരിയാണി വെക്കുന്നെന്ന് പറഞ്ഞ് മാസം തോറും അച്ഛൻ തന്നെ വിളിച്ചു വരുത്തുന്നത്, എന്നിട്ട് കണ്ട ജോലി മൊത്തം എടുപ്പിക്കുകയും ചെയ്യും. പിന്നെ ജോലിക്ക് ആളിനെ നിർത്തി കഴിഞ്ഞ് ശമ്പളം നീ കൊടുക്കും. ഇതാകുമ്പോഴത്തേന് ബിരിയാണിയും കിട്ടും, ഇവിടുത്തെ പറമ്പിലെ കരിയിലെ മാറി കിട്ടും, നല്ല വൃത്തിയാവുകയും ചെയ്യും. ബിരിയാണി വയ്ക്കുന്ന പൈസ പോകും. ബിരിയാണി വയ്ക്കുന്ന പൈസ 1000 രൂപ ആവത്തില്ല, അത് കൊടുത്തുകൂടി. അതിന് നമ്മളിതിനകത്ത് പൈസ ചിലവാക്കുന്ന രീതിയിലുണ്ട്. അവരെ വിളിച്ചു വരുത്തും, അവരെ കൊണ്ട് ചിക്കൻ മേടിപ്പിക്കും, അവരെ കൊണ്ട് അരി മേടിപ്പിക്കും, ബിരിയാണി വയ്ക്കും, അവർക്കൂടെ കൊടുക്കും. പിന്നെ അവർക്ക് അവരുടെ വീട്ടിലങ്ങ് വെച്ചാൽ പോരി ബിരിയാണി. വേണ്ട, നിനക്കൊന്ന് മിണ്ടായിരിക്കുന്നതിന് തരുവേണം. അവർ ജോലി ചെയ്യട്ടെ. ആ ജോലി ചെയ്തല്ലെങ്കിൽ വൈകിട്ട് ഈ കരിയിലത്തോ ഞാൻ വാരിക്കൊണ്ട് കളയണം. സഹായിക്കണോ? മക്കളെ സഹായിക്കണ്ടോ? അച്ഛന് വയസ്സിപ്പോ എത്രയായി? എന്തിനാ നീ അറിയുന്നത്? അല്ല, എത്ര വയസ്സ് പോലെ പെൻഷൻ കിട്ടുന്ന? പെൻഷൻ കിട്ടുന്ന 60 വയസ്സാവും. പക്ഷെ എനിക്ക് പെൻഷൻ കിട്ടാറായില്ല. അച്ഛൻ എത്രയായി? അതെന്തിനാ നീ അറിയുന്ന? നമ്മളെ പ്രായമൊന്നും പുറത്തു പറയാൻ പാടില്ല. ഇനി അവത്തവശ പറഞ്ഞു പോയാൽ ഉണ്ടല്ലേ, എൻ്റെ SLC ബാച്ചിലെ പിള്ളേരെല്ലാം കൂടെ വന്നിട്ട് നിന്നെ എടുത്തിട്ട് കളഞ്ഞു. പിന്നെ പിള്ളേരല്ലേ, നമ്മളിപ്പോഴും 16 വയസ്സായെന്നുകൊണ്ടിരിക്കുന്ന പിള്ളേരാ. ഈ 50 വയസ്സൊന്നും ഒരു പ്രായമല്ല. അതൊക്കെ ഇപ്പോഴെന്ന് വെച്ചാൽ പ്രായം എന്ന് വെച്ചാൽ ഈ 50 എന്ന് പറഞ്ഞാൽ വെറും ഒരു നമ്പർ മാത്രമാണ്. അത് നിനക്കറിയാമോ? നമ്മളിപ്പോഴും 16 ചിക്കന്റെ പീസ് ചെറുതായി പോയ ചമ്മന്തിക്ക് വലിയ വലിയ പീസൊക്കെ അല്ലായിരുന്നു വേണ്ട, വലിയ കാലൊക്കെയാണ് വേണ്ടത്. അതിന് ഞാനേ നിന്റെ അപ്പച്ചനെ ചിക്കൻ മേടിക്കാൻ കടയിലാക്കിയിട്ട് ATM പൈസ എടുക്കാൻ പോയതാ. തിരിച്ചു വന്നപ്പോൾ ഉണ്ട് ആ ബംഗാളികളെ എല്ലാം കൂടെ അറിഞ്ഞു കള്ളി കറി പീസാക്കി കൊടുത്തു. അച്ഛനും അപ്പച്ചനും ആ പൗൾട്രി ഫാമിൽ ഇറക്കിയപ്പോഴത്തേക്ക് പറഞ്ഞുകൂടായിരുന്നു മന്തി പീസായിട്ട് വെട്ടിക്കൊണ്ട് വരണേന്ന്. അതെങ്ങനെ ഞാൻ പറയും? അങ്ങനെ പറയുമ്പോഴത്തേന് അപ്പച്ചന് സംശയം തോന്നില്ലേ ഞാൻ ഇപ്പോൾ നമ്മൾ കരുതി കൂട്ടി ചെയ്യുന്നതെന്ന്. പീസ് ഇത്തി ചെറുതായി പോയാലെന്ത്, നമുക്ക് മന്തി കിട്ടിയാൽ പോരെ, അതും ഓസിന് കിട്ടുന്നത്. ഈ ഉണ്ടായിരുന്നു അതിനകത്ത്. അങ്ങനെ ഗീതമ്മയ്ക്ക് പെൻഷൻ കിട്ടിയ പൈസയിലാണ് നമ്മളിപ്പോൾ എല്ലാം അന്തസ്സോടു കൂടി മന്തി തിന്നുന്നത്. ഈ തന്നിട്ട് അതിനകത്ത് എണ്ണ വെച്ച് പാത്രത്തിൽ വെച്ച്